राम हरे 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 कृष्ण 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 हरे 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 राम हरे हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण कृष्ण हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरि ओम. നമ്മുടെ ഒരു വലിയ സൗഭാഗ്യമാണ് ഭാരതത്തിൻ്റെ ദേവീ സമ്പത്ത്, മാതൃസമ്പത്ത് കത്തിച്ചിരിക്കുന്ന ആത്മീയ തേജസ്സുകൾ ധാരാളം ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് കിട്ടിയ അങ്ങനെയൊരു അമൂല്യനിധിയാണ് പറയാം സ്വാമി വിവേകാനന്ദജിയുടെ സ്വസ്ഥ നിവേദ്യത്തെ പോലെ നമുക്ക് കിട്ടിയ മറ്റൊരു കേരളത്തിൻ്റെ നിവേദ്യതയാണ് ഡോക്ടർ ലക്ഷ്മി പാനിയമ്മ. ഭാരതത്തിൻ്റെ ആത്മീയത പ്രചരിപ്പിക്കാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച് രാമകൃഷ്ണ പാരമ്പര്യത്തിലൂടെ കിട്ടിയ ജ്ഞാനവും സ്വാമി ചിന്മയാനന്ദജി ഗുരുദേവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആത്മീയ ഊർജവും അതുപോലെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കിട്ടുന്ന ആ ഒരു പ്രചോദനം എല്ലാം കൂടി തൻ്റെ ജീവിതത്തിൽ മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം പ്രചരിപ്പിക്കാനും അതോടൊപ്പം തന്നിലെ ആത്മീയ ശക്തി മാറ്റി കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ആത്മവൈഭവത്തെ ഉണർത്താൻ ജീവിതം പൂർണ്ണമായി ഒഴിഞ്ഞുവെച്ച ഒരമ്മ. അമ്മ 90 വയസ്സിലേക്ക് എത്തുകയാണ്. അമ്മ ശരീരം കൊണ്ടേ 90 ആയിട്ടുള്ളൂ, മനസ്സുകൊണ്ട് ഇപ്പോഴും 9-ലാണ്. മീൻസ് ആ ഊർജ്ജം ഇപ്പോഴുള്ള ഒരു കരുത്തുള്ള ഒരു അമ്മയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആവേശമുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു 1000 പേരെ കൊണ്ട് ലളിതാ സഹസ്രനാമത്തെ ചൊല്ലിക്കണം, ചെയ്യണം, ഇനിയും ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ആ ഒരു ചെറുപ്പമുള്ള ഒരു മനസ്സ്, കൂടുതൽ ശക്തിയുള്ള ഒരു മനസ്സ് എന്നും അമ്മയ്ക്ക് ആരോഗ്യ സൗഖ്യത്തോടുകൂടി നമ്മുടെ ആത്മീയ പ്രഭാവത്തെ പ്രചരിപ്പിക്കാനും പ്രശോഭിപ്പിക്കാനും കൂടുതൽ പ്രോജ്വലിപ്പിക്കാനും സാധിക്കട്ടെ. അമ്മയ്ക്ക് അതിനുള്ള ശക്തി ഒരു പരമ്പരകളും അതുപോലെ തന്നെ നമ്മുടെ അവതാര പുരുഷന്മാരും അതുപോലെ തന്നെ ഭക്തന്മാരും നൽകട്ടെ. നമ്മൾ ഇന്നിവിടെ അമ്മ വന്നത് നമുക്ക് കുറച്ച് അമ്മയിൽ കിട്ടാനാണ്. അമ്മ അത്രയും ശക്തിയുള്ള ഒരു തേജസ്സാണ്. അമ്മമാരുടെ കാര്യം പറയുന്നത് അവർക്കാണ് ആ സ്നേഹം, ഒരു എല്ലാം പ്രകൃതി കൊടുത്തിരിക്കുന്നത്, ദൈവികമായി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ മാതൃദൈവവും അവ കഴിഞ്ഞിട്ട് എഴുപത്താക്കി. പിന്നെ ഞാൻ അമ്മയോട് പറയുന്നു, അമ്മ ഒരു കത്തുന്ന സൂര്യനാണ്, ഞങ്ങളൊക്കെ മെഴുകുതിരികളാണ്. അപ്പം അങ്ങനെ ഒരു നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം, ഊർജവും ഉണർവും തരാൻ അമ്മയ്ക്ക് എന്ന് സാധിക്കട്ടെ. അമ്മയുടെ ശരീരത്തിന് പ്രായം വരുന്നുണ്ടെങ്കിലും അമ്മയുടെ മനസ്സിന് ഒരിക്കലും ആ പ്രായം തന്നിട്ടില്ല. പണ്ടാരും പറഞ്ഞ പോലെ മൈ ബോഡി ഈസ് ഓൾഡ്, മൈ മൈൻഡ് ഈസ് യങ്. മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ മൈൻഡ് എന്നും യങ്ങായിട്ടിരിക്കാൻ അമ്മയ്ക്ക് സാധിക്കട്ടെ. അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മ ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് നമ്മളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് മൈക്ക് കൊടുക്കുകയാണ്. എല്ലാവരും അമ്മയെ ഒന്ന് വന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിനം ഏറ്റവും അനുഗ്രഹീതമാക്കിയ ഒരു ഗുരുത്വമുള്ള ദിനമാക്കിയ അമ്മയ്ക്ക് പാദങ്ങളിൽ നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഹരി വളരെ
പ്രിയപ്പെട്ട സംഭവിച്ച സ്വാമിജിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. സ്വാമിജി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവ് മറ്റുള്ളവരായിട്ട് പങ്കിടാനുള്ള ഒരു അവസരം നൽകിക്കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നു. അന്ന് ഞാൻ ആ ഭഗവത്ഗീതയെ പറ്റിയിട്ട് ചെറിയ പുസ്തകം എഴുതിയതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ വന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ അമൃത കുടുംബം എന്നുള്ള ഒരു ഐഡിയയാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ നവതി ആഘോഷങ്ങൾക്കായിട്ട് സ്ത്രീ ശാക്തീകരണത്തിനെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം അത് ദൈവികമായ തലത്തിൽ ആത്മീയമായ ഉന്നതിയിൽ കൂടി വേണം. അല്ലാതെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സമുദായത്തിൽ കണ്ടുവരുന്ന ശാക്തീകരണങ്ങളൊക്കെ സ്ത്രീയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൗന്ദര്യത്തിന് വേണ്ടി ശ്രമിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് പോകും, പിന്നെ അതിലെ ഇരട്ടി വൃത്തികേടാവും ജീവിതം. അതേമാതിരി എവിടെയാണ് ആ സൗന്ദര്യം? ഇപ്പോൾ എനിക്ക് 90 വയസ്സായി എന്ന് പറഞ്ഞു കാണുന്നവരൊക്കെ പറയേ 90 ആയിട്ടില്ല, ഒരു 70-75 ഉള്ളു എന്നൊക്കെ പറയും. അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ ഒന്നുമല്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അതിനനുസരിച്ച് മനസ്സിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൻ്റെ വികാസമാണ്. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ലവ് ഈസ് ലൈഫ്, ഹേറ്റ്രഡ് ഈസ് ഡെത്ത്. നോളജ് ഈസ് ലൈഫ്, ഇഗ്നറൻസ് ഈസ് ഡെത്ത്. അതിൽ ഞാൻ നല്ലപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സിൽ നല്ല നല്ല തോട്ട്സ് മാത്രം വരുത്തുക. ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ പറയാറുണ്ട്, കാമാതിദോഷ രഹിതം ഗുരുമാനസമ്മേനം. അന്നിങ്ങനെ വെറുതെ പറഞ്ഞിരുന്നതാണ്. പിന്നെ വലുതായി ഇപ്പോൾ തോന്നുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും കാമാതിദോഷരഹിതമായിട്ടുള്ളൊരു മനസ്സ് കിട്ടി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിനും കുറച്ച് ആരോഗ്യമൊക്കെ കൈവന്നു. ഒരു പ്രാവശ്യം സാധാരണയായിട്ട് ഞാൻ രാമകൃഷ്ണ ശാരദ സങ്കേതങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവിനെ പറ്റി, സ്വാമിജിയെ പറ്റി, അമ്മയെ പറ്റിയിട്ടാണ് ഒരുമാതിരി എല്ലാവരും എന്നെ അമ്മയെ പറ്റി സംസാരിക്കാൻ പറയും. പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രതാ സ്വരൂപിണീതസ്യൈ ദേവി നമോ നമഃ. ഞാൻ അതിന് കൂടുതലായിട്ടൊന്നുമില്ല. പവിത്രമായിട്ടുള്ളത് പശുവിൻ്റെ പാലിങ്ങനെ കറന്ന് കടന്ന് കഴിച്ചാൽ അതിൻ്റെ യാതൊരു അപവിത്രതയും ഇല്ല. അതേമാതിരി പവിത്രമായിരുന്ന ജീവിതമായിരുന്നു ശാരദാദേവിയുടെ. അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. പലതരത്തിലും അത് ധ്യാന വിഷയമാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് അമ്മയെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വേദികളിൽ കേൾക്കുന്നത് ജയറാം പാട്ടിയിൽ ജനിച്ചു, ശ്രീരാമകൃഷ്ണനെ വിവാഹം കഴിച്ചു, ശ്രീരാമകൃഷ്ണൻ്റെ സഹധർമ്മിണിയായിട്ടിരുന്നു, പിന്നെ ശാരദാദേവി അങ്ങനെ എല്ലാവരുടെയും പവിത്രചരിതയായിട്ട് അമ്മയായിട്ടിരുന്നു. എനിക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഡയമെൻഷൻ, പുതിയ ഒരു കോണിൽ കൂടി അമ്മയെ പറ്റി സംസാരിക്കണമെന്ന് ഇങ്ങനെ എപ്പോഴും തോന്നും. അങ്ങനെ തിരുവനന്തപുരത്ത് രാമകൃഷ്ണ സമ്മേളനം നടക്കുമ്പോൾ ശാരദാദേവിയെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എന്താ ഞാൻ പുതിയതായിട്ട് പറയണ്ടേ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകം ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചില തോട്ട്സ് വന്നു. അത് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠമാണ്. ആദ്യത്തെ ശ്ലോകങ്ങൾ പറയാത്ത ഹിന്ദു സ്ത്രീ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുവല്ലേ.
ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിലഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമന്വയം. അതില് സർവപ്രധാനമായിട്ടുള്ള വാക്കാണ് ശ്രീമാത. ലളിതാ സഹസ്രനാമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അമ്മ ഒരു വലിയ ഓൾ യൂണിവേഴ്സ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അമ്മയെ പറ്റിയിട്ട് അമ്മയുടെ ബയോഡേറ്റ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അമ്മയുടെ രാഗിനി ശാലിനി ഇവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ നേരത്തെ തന്നെ ഇങ്ങനെ കുറേ നാമങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു. അതിൽ നിന്ന് സഹസ്രനാമം എടുത്ത് അമ്മയെ പ്രസൻറ്റ് ചെയ്തു. അപ്പം അതിൽ ആദ്യത്തെ തന്നെ സ്വാമിജി ഇവിടെ കാണിച്ച മാതിരി ശ്രീമാത. ആ ശ്രീമാത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്ത്രീകളുടെ ഒരു രോമഹർഷണം ഉണ്ടാകണം. നമ്മളൊക്കെ വെറും മാതാക്കളാണ്. മക്കളെ പ്രസവിച്ചതുകൊണ്ടോ ആരുടെങ്കിലും ഒക്കെ അമ്മയായതുകൊണ്ടോ നമുക്കോ നമ്മളൊക്കെ വെറും മാതാക്കളാണ്. ആ മാതാക്കൾ എന്നുള്ളതിന് നമ്മൾക്ക് ഒരു പരിവേഷവും ചേർക്കാൻ സാധിച്ചിട്ടില്ല. ഐ ആം എ വർക്കിംഗ് മദർ, അല്ല ഐ ആം എ ഹൗസ് മദർ, ഇങ്ങനെയൊക്കെ അല്ലാതെ ഞാനൊരു ശ്രീമാതാവാണ് എന്ന് പറയാൻ കൽപ്പുള്ള എത്ര അമ്മമാരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ. പക്ഷേ ദേവി ആദ്യമേ ദേവിയെ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, ശ്രീമാതാവാണ്. ലോകത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശ്രീ, നമുക്കറിയാം ശ്രീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് ആർക്കും ഒതുക്കാൻ സാധിക്കില്ല മനസ്സിൽ. അത്ര അധികം നിറഞ്ഞു നിൽക്കുന്നതാണ് ആ വാക്ക്. അങ്ങനെയുള്ള ഒരു മാതാവാണ് ശ്രീമാതാവ്. നമ്മുടെയൊക്കെ ലക്ഷ്യം, ഓരോ ഭാരതീയ സ്ത്രീയുടെയും ലക്ഷ്യം, എനിക്ക് വെറും ഒരു അമ്മയായാൽ പോരാ, എനിക്കൊരു ശ്രീമാതാവാകണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ചിന്ത തന്നെ. എങ്ങനെയാണ് അതിനുള്ള വഴി? ദേവകാര്യ സമുദ്യത, അതിനുള്ള ഡയറക്റ്റ് കീ ആ ശ്ലോകത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ജനിക്കാൻ ഭാഗ്യം ചെയ്തിട്ട നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും, പുരുഷന്മാരില്ലാതെ പറയില്ല, സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരു കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. അവർ വെറുതെ വിവാഹം കഴിച്ച മക്കളെ ഉണ്ടാക്കി സമുദായത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് പോകാനുള്ളതല്ല. നമ്മളിൽ കൂടി ആ സ്വാമി പറഞ്ഞ മാതിരി മാതൃത്വത്തിൻ്റെ അതിമഹനീയമായ വിത്തുകളെ നമ്മളിൽ ഇങ്ങനെ പാകി വെച്ചുകൊണ്ട് നീ ചെയ്യാനുള്ള കർമ്മം ദേവകാര്യ സമുദ്രതയായിരിക്കണം. ഏത് സമയവും ദേവകാര്യം ചെയ്യുന്നതിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കണം. എന്താണ് ദേവകാര്യം? ദേവകാര്യം എന്ന് പറയുന്നത് സത്യം, ധർമ്മം. സത്യധർമാദികളെ സ്വന്തം ജീവിതത്തിൽ നിലനിർത്തി അതിനെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ളത് അമ്മമാർക്ക് മാത്രമേ ഉള്ളൂ. ഈ അദ്വൈതമായിരിക്കുന്ന ആ ഭാവത്തെ തൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവള് വളർത്തിയെടുക്കുന്നത്? ഗർഭിണിയായി ആ ആദ്യത്തെ ഭ്രൂണത്തിൻ്റെ സ്പന്ദനം അത് അമ്മ അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ സ്പന്ദനവും ആ സ്പന്ദനവും കൂടി ഒത്തുചേർന്നിട്ടുള്ള ആ അത്യത്ഭുതമായിരിക്കുന്ന ഏകാത്മഭാവം അവളിൽ ഉദിക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ആ ചെറിയൊരു ഏകാത്മഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം കാരണം ആ അമ്മയുടെ ജീവിതം തന്നെ മാറുകയാണ്. ഞാനൊരു അമ്മയാകാൻ പോവുകയാണ്.
എന്താ കാരണം? അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ ഓരോ സെല്ലുകളും തുടിക്കുകയാണ്. ആ ഒരു ഏകാത്മഭാവം കൈവന്നതോടുകൂടി അതിൻ്റെ ആ ആനന്ദം, ആ ഏകാത്മഭാവത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം ആ അമ്മയുടെ ശരീരം മുഴുവനും വ്യാപിച്ച് അവൾക്ക് എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ആനന്ദം കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് അവിടെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ബോധം വരുന്നതോടുകൂടി വേറൊരു നിലയിലേക്ക് കൂടി ഉയരും. ഈ പ്രപഞ്ച താളത്തിൻ്റെ വൈബ്രേഷനാണ് ഇത് എന്നുള്ള ഒരു ആത്മീയമായിട്ടുള്ള അറിവ് ഒരമ്മയ്ക്ക് കൈവരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ഏകത്വം മാത്രമല്ല, അവളുടെ കണ്ണിൽ കൂടി അവൾ കാണുന്നത് ആ അദ്വൈത ദർശനമാണ്. എവിടെയെല്ലാം മാതൃത്വം സ്ഫുരിച്ചു നിൽക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഉടമ കൂടിയാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുന്നത്, അവരുടെ കയ്യിലുള്ളതെല്ലാമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഒരു വിത്ത് മുളച്ച് ചെടിയായി മരമാകുന്നതോ, പക്ഷി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതോ, ഒരു പുലിയോ സിംഹമോ എൻ്റെ കുട്ടിയെ വളർത്തുന്നതോ, ഒരു പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി നടക്കുന്നതോ, പട്ടി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതോ, അതെല്ലാം കാണുമ്പോൾ ഞാനും അത് തന്നെയാണ് എന്നുള്ള ഒരു എന്തെന്നില്ലാത്ത അത്യത്ഭുതമായിരിക്കുന്ന ഒരമ്മയ്ക്ക് മാത്രം ആനന്ദിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആ ഒരു ഭാവവിശേഷം അവളെ മാതാവായിട്ട് മാറ്റുകയാണ്. ആ മാതൃത്വത്തിൻ്റെ മഹനീയത അറിഞ്ഞുകൊണ്ട് അവള് ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയരുകയാണ്. അങ്ങനെ ആ അദ്വൈതഭാവം, അതാണ് ഭാരതീയ സംസ്കൃതിയുടെ ദി ക്രസ്റ്റ് ജ്വൽ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. വിവേകാനന്ദ സ്വാമി പറയും ഈ അദ്വൈത ചിന്തയാണ്. ഈ അദ്വൈത ചിന്തയിൽ കൂടിയാണ് നമ്മൾ പ്രപഞ്ചം മുഴുവനും ഒന്നാണ്, വസുധൈവ കുടുംബകം, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ, ഇങ്ങനെ ആ സർവഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഒരു അദ്വൈത വൈബ്രേഷൻസ് ആണ്. ഒന്നും വേറെ വേറെയല്ല, നമ്മളെല്ലാവരും ഇന്റർ കണക്റ്റഡ്, ഇന്റർ റിലേറ്റഡ്, ഇന്റർ ഡിപ്പെൻഡന്റ്. എല്ലാവരും അന്യോന്യം യോജിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഭാവം അമ്മയ്ക്ക് കൈവരികയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മമാർക്ക് അതിനൊന്നും സമയമില്ല. പണ്ടത്തെ കാലത്ത് അവർക്കൊരു ഷോഡശ സംസ്കാരത്തിലെ ഗർഭധാരണം അങ്ങനെ ഇതിലിങ്ങനെ ഉറപ്പിക്കാനുള്ള പല വഴികളും നമ്മുടെ സംസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഏറ്റവും ഇവിടെ കഴിഞ്ഞൊരു ദിവസം കുട്ടിയെ പുറത്തേക്ക് ഇടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ധ്യാനത്തിന് ആ ഗർഭസമയത്തെ ഇങ്ങനെയുള്ള ഒരു തപസ്സാക്കി മാറ്റാൻ, ഒരു ധ്യാനമാക്കി മാറ്റാൻ ഇന്ന് അമ്മമാർക്ക് ആർക്കും അറിയുമില്ല, കഴിയുമില്ല. അപ്പോൾ അങ്ങനെ ആ ദേവകാര്യം ചെയ്യാനായിട്ടാണ് ഓരോ സ്ത്രീയുടെയും ജന്മം. എന്താ വെച്ചാൽ അവളിൽ കൂടിയാണ് അദ്വൈതം പ്രസന്നമാകുന്നത്. മകന്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മ. ഈ മാതൃത്വത്തിന്റെ സ്ഫുരണത്തിൽ കൂടിയാണ് ശരിക്കും അദ്വൈതം പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. മറ്റവർക്കൊക്കെ പുരുഷന്മാർക്ക് അതിനെപ്പറ്റി തിയറി എഴുതാം, പ്രസംഗിക്കാം, PhD എടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഒരു അമ്മയുടെ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ആ അദ്വൈതമാണ്. അങ്ങനെ അവിടെ അദ്വൈതാമൃത വർഷിണി എന്ന് പറയണില്ലേ നമ്മൾ ഭഗവതിയെ, അദ്വൈതാമൃത വർഷിണിയായിട്ട് മാറണം അമ്മ. ആ അങ്ങനെയുള്ള അമ്മയാണ് ദേവകാര്യ സമുദ്രതയായിട്ട് മാറുന്നത്. ആ അമ്മയാണ് ശ്രീമാതാ. അങ്ങനെയുള്ള അമ്മമാർ നിറഞ്ഞതായിരുന്നു ഭാരത സമൂഹം. സനാതന ധർമ്മത്തിൻ്റെ വലിയ വലിയ ഏടുകളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ കാണാം എല്ലാ അമ്മമാരും, ബുദ്ധിദേവി ആയാലും പാഞ്ചാലി ആയാലും എവിടെ നോക്കുമ്പോഴും നമുക്കിങ്ങനെ കാണാം ഈ ഒരു ഭാവം. അവരൊക്കെ ശ്രീമാതാക്കളായിരുന്നു.
അത് കാരണം ഭഗവാന്മാരൊക്കെ അവരുടെ പിടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിളിച്ച് ഓടി വരും. പാഞ്ചാലിയുടെ കഥയില്ലേ, എപ്പോ വിളിച്ചാലും ഓടി വരാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത്. ഗോപികമാരായാലും ആലോചിച്ച് നോക്കുമ്പോൾ ആ അദ്വൈതത്തിനെ ഉൾക്കൊള്ളുന്തോറും നമ്മൾ എല്ലാത്തിനെയും സ്വാംശീകരിക്കുന്നു, നമ്മളെല്ലാത്തിനെയും ഭാഗമാകുന്നു, അത് നമ്മുടെ ഭാഗമാകുന്നു. അങ്ങനെ ആ ശ്രീമാതയായിട്ട് മാറിക്കഴിയുമ്പോൾ പറയുന്നു ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. അങ്ങനെയുള്ള അമ്മമാരുടെ കുടുംബത്തിലെ മഹാരാജ്ഞിമാരായിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കുടുംബത്തിലെ അമ്മയ്ക്ക് സ്ഥാനമില്ല. കേരളത്തിലെ കാര്യം പറയേ വേണ്ട. അമ്മമാരെ ചേർത്ത് നമ്മൾ എവിടെയൊക്കെ നയിക്കണം, ചവിറ്റുകൊട്ടയിലോ അമ്പലനടയിലോ ബീച്ചിലോ പാർക്കിലോ അല്ല ഗാർഡനിലോ ഒഴിഞ്ഞെടുക്കുന്ന എവിടെയൊക്കെ നോക്കി അമ്മമാരെ തളർന്ന് കിടക്കണം കാണാം. അല്ലെങ്കിൽ പിന്നെ വൃദ്ധാശ്രമങ്ങളിൽ പോകണം. അപ്പം അതായിരിക്കണമല്ലേ നമ്മുടെ കൾച്ചർ തന്നെ. അപ്പോൾ വയസ്സായ വൃദ്ധാശ്രമത്തെ കൊണ്ടിട്ട് അത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ അതായിരിക്കും സ്ഥിതി. പക്ഷേ ഇങ്ങനെയുള്ളൊരമ്മ ഒരു ശ്രീമാതാവാണെങ്കിൽ ധൈര്യപ്പെടില്ല മക്കളെ കൊണ്ട് കളയാനായിട്ട്. മകനറിയാം എൻ്റെ ശ്രീ മുഴുവനും ഇപ്പോൾ ഒരമ്മ വെച്ചിട്ട് കണ്ടു നമ്മളൊക്കെ ടി വിയിലല്ലേ, മറ്റേ മത്സരമൊക്കെ കണ്ടില്ലേ, ഒരമ്മ വെച്ചിട്ട് മകൻ്റെ ഒരു ഇത് ശ്രീമാത. ആ അമ്മ ശ്രീ മഹാരാജ്ഞി, കുടുംബത്തിലെ മഹാരാജ്ഞിയായിട്ട് മാറുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ ജനറേഷനെ നമ്മുടെ അച്ഛന്മാരൊക്കെ എന്ത് ചോദിച്ചാലും അമ്മോടൊന്ന് അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ അല്ലേ. അമ്മ എൻ്റെ അച്ഛൻ രാമൻ ജാനകി എന്താ പറയണേ എന്ന് ചോദിക്കും. അതറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വീട്ടിലെ മഹാരാജ്ഞി അമ്മയാണ്, വീടിന്റെ മഹാലക്ഷ്മി അമ്മയാണ്. അങ്ങനെ ആ മാതൃസ്വരൂപത്തിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തിനെ വളർത്തിയെടുത്തത്. ആ അമ്മയാണ് നമ്മളോട് പറയുന്നത് വെളുപ്പാങ്കാലത്ത് എണീക്കണം, ക്ഷേത്രങ്ങളിൽ പോകണം, നാം ജനനം, അങ്ങനെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പകർന്നു തന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളൊക്കെ കാണിച്ചു തരുന്നത് അമ്മ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കുട്ടിക്കാലത്ത് അമ്മ ഏറ്റവും നമ്മുടെ അമ്മമാരൊന്നും ഞങ്ങളിൽ നിന്ന് എൻ്റെ അമ്മ എത്ര പഠിച്ചേക്കൊന്നും അറിയില്ല, 4ഓ 5ഓ ക്ലാസ് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ശരിക്കും അദ്വൈതാമൃത വർഷിണിയായിരുന്നു. ഒരിക്കലും ഒരാളോട് സ്വാർത്ഥ ചിന്തകളോ സ്വാർത്ഥ ലാഭേച്ഛകളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ടും ആര് വന്നാലും അവരെ ഇങ്ങനെ പെരുമാറണം വെച്ച് അതിൻ്റെയൊക്കെ നല്ലൊരു മൂർത്തിയായിരുന്നു. ഞാൻ എപ്പോഴും പറയും അമ്മയാണ് ദൈവം എന്നത് ശരി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ശ്രീ മഹാരാജ്ഞിയായിട്ട് മാറുന്നത് ഇതിപ്പോൾ ഒരു കുടുംബത്തിൽ നമുക്ക് കാണില്ല. ആ മാതൃത്വത്തിൻ്റെ ശ്രീ മഹാരാജ്ഞിത്വം ഉള്ള കുടുംബങ്ങൾ നമ്മൾ കാണുന്നില്ല. ഈ പറഞ്ഞ മാതിരി അവർക്ക് വല്ലയിടത്തും കൊണ്ടിടുകയാണ്. ഈ അതും കഴിഞ്ഞു, ശ്രീ മഹാരാജ്ഞിയായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു കുടുംബം ലോകദൃഷ്ടിയിലെങ്ങനെയായി ശ്രീമത് സിംഹാസനേശ്വരി ലോകം മുഴുവൻ കണ്ട് ആരാധിക്കണം. ആ മാതൃത്വത്തിനെ ലോകം മുഴുവനും നമസ്കരിക്കുന്നു, ലോകം മുഴുവൻ സല്യൂട്ട് ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ അല്ലേ. ലോകത്തിൽ മുഴുവനും മാതൃത്വത്തിന് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു ഡെഫിനിഷനോ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനോ കാണിച്ചിരിക്കുന്നത് ഒരു സംസ്കാരം ലോകത്തിലെവിടെയും ഇല്ല. ഞാൻ എപ്പോഴും പറയും 4 മഹാവാക്യങ്ങൾ വേദങ്ങളിലുള്ളത് കഴിഞ്ഞാൽ 5ാമത്തെ മഹാവാക്യം മാതൃദേവോ ഭവ. അതാണ് ഞാൻ എപ്പോഴും 5ാമത്തെ ഇതാണ് മഹാവാക്യമാണ് മാതൃദേവോ ഭവ. അപ്പോൾ ഇതാണ് എന്നോട് പറയാൻ അമ്മ പറഞ്ഞത്. അത് വളരെയധികം സാരസ്യത്തോട് ഉൾക്കൊള്ളാൻ സാധിച്ചു. അന്നത്തെ ഓഡിയൻസിന് ശ്രീശാരദാദേവിയുടെ ഇതിൽ തന്നെ അതിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്കറിയാം ദേവകാര്യ സമുദ്രയായിട്ടാണ് അമ്മയുടെ ജനനം. ശ്രീരാമകൃഷ്ണദേവന്റെ അവതാര കാര്യത്തിന് വന്നേക്കുന്നതാണ്. അവതാരത്തിന് കൈ പിടിച്ച് ഭഗവാനെ കൊണ്ട് നടക്കാനാണ് അമ്മ വന്നത്, അല്ലാതെ വെറുതെ കെട്ടിച്ചമഞ്ഞിരിക്കാനല്ല. അത് കഴിഞ്ഞു അവിടുന്ന് അമ്മയുടെ ജീവിതം മുഴുവൻ അതിൽ നല്ലോണം ഒതുക്കി പറയാനായിട്ട് സാധിക്കും. അപ്പൊ അമ്മ ശ്രീരാമകൃഷ്ണദേവൻ 22 വയസ്സായപ്പോഴും 5 വയസ്സായ കുട്ടിയെ കല്യാണം കഴിക്കുന്നതാണ്. ഇതിന്റെ വേറെ പെൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ ബംഗാളില്.
എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ 5 വയസ്സായ കുട്ടി, ഈ ചെറിയ കുട്ടിയെ വേണമെന്ന് പറഞ്ഞത്? എന്താന്ന് വെച്ചാല് പവിത്രം ചരിതം യസ്യ, പവിത്രമായിട്ടുള്ള മനസ്സ്. ഭഗവാന്റെ അവതാര കാര്യം അപവിത്രമായ മനസ്സിൽ കൂടെ നടക്കില്ല. ഒരു പവിത്രമായിട്ടുള്ള മനസ്സിനെ മാത്രമേ ഭഗവാൻ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. മറ്റേനൊന്നും തൊടാൻ ഭഗവാന് സാധിച്ചിരുന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടി ഒരു 4-5 വയസ്സാവുന്നവരെ അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടൊപ്പം തുള്ളിച്ചാടി കളിക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞാൻ വേറെ നീ വേറെ എന്ന് കാണാൻ അവരുടെ മനസ്സിന് കഴിയില്ല. അപ്പൊ അതേമാതിരി അദ്വൈതം നിഷ്കളങ്കത്വം നിറഞ്ഞ ഒരു കുട്ടിയെ വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. നിങ്ങൾ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ 5 വയസ്സ് 6 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ വൈകുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഭംഗി വേണം, എനിക്ക് നല്ല സാരി വേണം, എനിക്ക് നല്ല പണ്ടങ്ങൾ കെട്ടണം, എനിക്ക് നല്ല ഭർത്താവ്, ഇങ്ങനെയുള്ള ദ്വൈത ആഗ്രഹങ്ങളൊക്കെ കുട്ടികൾക്ക് വന്നു കൊടുക്കും. അങ്ങനെയൊന്നും പാടില്ല. ഇതിങ്ങനെ ആ മുട്ടിലിരിക്കുന്ന പൊട്ടിൽ തന്നെ വേണം എടുത്തുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ. എന്നുവെച്ചാല് ഇനി അവിടുന്ന് ഞാനാണ് അവിടെ വളർത്താൻ ദേവകാര്യ സമുദ്രയാക്കി മാറ്റേണ്ടതാണ് എനിക്ക് അവിടെ. അപ്പൊ അതുകൊണ്ട് അവളുടെ ചിന്തയിൽ വേറൊന്നും പാടില്ല. ഈ 5 വയസ്സൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന്റെ ഇതും എനിക്ക് എൻ്റെ ഒരു ഭർത്താവായിട്ട് വന്നു കുട്ടിയെ മനസ്സിൽ പിന്നെ വേറെ യാതൊരു ചിന്തകളും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണനെ പറ്റിയിട്ടല്ലാതെ വേറെ യാതൊരു ചിന്തകൾക്കും ഇല്ല. എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവ് അവിടെയാണ്, എൻ്റെ ഭർത്താവ് ദക്ഷിണേശ്വരത്തിലാണ്, പൂജ ചെയ്യണം. ഇങ്ങനെ ഏത് സമയവും ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ആരാധനാമൂർത്തിയായിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞു. അപ്പോ കുറച്ചുകൂടി പ്രായം തെറ്റിയിരുന്നെങ്കിൽ ഭർത്താവിന്റെ കുറ്റങ്ങൾ കാണുവാണെങ്കിൽ എൻ്റെ ഭർത്താവിന് സുന്ദര സൗന്ദര്യമില്ല, എൻ്റെ ഭർത്താവ് വെറും ഒരു പൂജാരിയാണ്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കൊന്നും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അമ്മയുടെ മനസ്സിൽ. യാതൊരു തരത്തിലുള്ള അശുഭങ്ങളായിട്ടുള്ള ചിന്തകൾക്കൊന്നും പ്രവേശിക്കാൻ ശാരദയുള്ളിലേക്ക് സമയം കൊടുത്തില്ല. അതുകൊണ്ടാണ് ആ 5 വയസ്സായ കുട്ടി അവളെ തന്നെയാണ് എനിക്ക് ഭാര്യയായിട്ട് വേണ്ടത്. ഞങ്ങളുടെ പ്രായമൊക്കെ നിങ്ങളുടെ മുമ്പിലല്ലേ, ഞങ്ങൾ പ്രായമില്ല, ഞങ്ങൾ ഒന്നാണ് എന്നും. അത് കഴിഞ്ഞിട്ടാണല്ലോ അവളെ ഷോഡശി പൂജ ചെയ്ത് ഭഗവാന്റെ തന്നെ ആത്മാ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നതെല്ലാം. അത് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അപ്പോ ആ ഒരു അദ്വൈത ഭാവത്തെ അതിനെ ഉൾക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷി അത് അമ്മയ്ക്ക്. മകന്റെ നന്മയ്ക്ക് പോലും തൻ്റെ മക്കൾക്ക് നന്നാവണം. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവൻ ഭക്ഷണം കഴിക്കണം, ഞാൻ ഉറങ്ങിയില്ലെങ്കിലും കുട്ടി ഉറങ്ങണം. എന്തുണ്ടെങ്കിലും ഞാൻ എന്ന ഭാവമേ ഇല്ലാതെ തന്നെ ആ അദ്വൈത ഭാവത്തില് മക്കളെ വളർത്തിയെടുക്കാൻ ഈ അദ്വൈത ചിന്തയാണ് പിന്നെ അതിഥിദേവോ ഭവ മറ്റേ പഞ്ചേന്ദ്രങ്ങളിൽ കൂടിയൊക്കെ പ്രകടമാകുന്നത്. എല്ലാവരെയും ഒന്നിച്ചു കാണാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ആദരിക്കാനും എല്ലാവരെയും നമസ്കരിക്കാനും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സദ്ഗുണങ്ങളുടെ അധിഷ്ഠാന ദേവതയായിട്ട് അമ്മമാർ, അങ്ങനെയുള്ള അമ്മമാർ നിറഞ്ഞ കുടുംബമായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ നിലനിർത്തി വന്നത്. ഇന്നിപ്പോ അങ്ങനെയുള്ള അമ്മമാരെ കാണാത്ത കാരണം എന്തായി? ഭാരത സംസ്കൃതി ഭാരതം മരിക്കുകയോ എന്ന ലോകത്തിൽ നിന്ന് എല്ലാ ആധ്യാത്മിക സൗന്ദര്യവും നശിക്കും എന്ന് പറഞ്ഞ മാതിരി അധ്യാത്മിക സൗന്ദര്യം പോയിക്കൊണ്ടിരിക്കുന്നു, ഭാരതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മുഴുവൻ പോയ മാതിരി തന്നെ എവിടെയും കാണാനില്ല, ഒരു ദിക്കിനെ കാണാനില്ല അല്ലേ? അപ്പോ എത്ര വലിയ ഒരു സൗഭാഗ്യമാണ് ആ ലളിതാ സഹസ്രനാമത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആ ഒരു ധ്യാനത്തിൽ കൂടി നമുക്ക് കിട്ടും. നമ്മളെല്ലാവരും ദേവതാര സംഹിത ഹിന്ദു ധർമ്മ, നമുക്ക് എവിടെയെങ്കിലും ജനിച്ചാൽ മതിയല്ലേ? വല്ല ഇംഗ്ലണ്ടിലോ ന്യൂസിലൻഡിലോ കാക്കലോ എവിടെയെങ്കിലും പോയി ജനിക്കായിരുന്നു അല്ലേ? പക്ഷെ ഈ ഭാരതത്തിൽ ജന്മകുണ്ടിനി മേലിലുമെങ്കിലോ നിൻമടിയിൽ തന്നെ പിറക്കാവൂ എന്ന് പറഞ്ഞില്ലേ? ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതുപോലൊരു കർമ്മയോഗിയെ പ്രസവിച്ചു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എല്ലാ തരത്തിലും നിങ്ങൾ ജീവിച്ചോളൂ. അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്നിലേക്ക് എത്താൻ ഭഗവാൻ പഠിപ്പിച്ച് തരുന്നില്ലേ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി. അപ്പോ ആ ദേവകാര സമുദ്രത ഭാവം നമ്മളെല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണം. നമ്മൾ വെറുതെ അല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഇതിനെ നിലനിർത്താനാണ്. സത്യധർമ്മമുള്ളതിന് വേറെ ഡെഫിനിഷൻസ് ഒന്നും ആരുടെ കയ്യിലില്ല. എന്താണ് മോനോ എന്നിട്ട് അപ്പോഴും ചോദിക്കുകയാണ്, നാളെ റിപ്പബ്ലിക് ഡേ ആണ്, സത്യമേവ ജയതേന്ന് എഴുതി വെച്ചത്. എന്താണ്? നീ എൻ്റെ മോനല്ലേ, അത് സത്യം.
അച്ഛൻ എൻ്റെ അച്ഛനല്ലേ സത്യം, പിന്നെ കായുണ്ട്, തേങ്ങയുണ്ട്, അത് സത്യം. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ. സത്യം പരം ധീമഹി, സത്യസ് സത്യം ഒന്നും നമുക്കറിയാൻ വയ്യ. നമ്മൾ പഠിച്ചിരിക്കുന്ന അറിവേ അജ്ഞാനത്തിൻ്റെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, MA മാസ്റ്റർ ഓഫ് അജ്ഞാന, BA ബാച്ചലർ ഓഫ് അജ്ഞാനം. ഈ അജ്ഞാനമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതും ഈ കാണുന്നത് കേൾക്കുന്നതുമാണ് സത്യം. അതിലപ്പുറം ഒരു സത്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അദ്വൈത സത്യത്തിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ അമ്മയ്ക്ക് മാത്രമേ വഴിയുള്ളൂ. അതിന് എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇത്രയൊന്നും കഷ്ടപ്പെടുകയും ഭഗവത്ഗീത പഠിക്കൊന്നും വേണ്ട. ഞങ്ങളൊക്കെ കുട്ടിക്കാലം വലിച്ചെറിഞ്ഞ് വരുന്ന 4-5 വരികളുണ്ട്. വേറെ ഒന്നും വേണ്ട. ആരെയും കുറ്റങ്ങൾ കാണാതിരിക്കുവാരോടും നീശവാക്കുരീടൈവാൻ ആർക്കും മാനോ ദുഃഖം ഞങ്ങളാൽ തോന്നായിവാൻ കക്കടേ തൃപ്പാദം കുമ്പിടുന്നേ അമ്മാതൻ കുഞ്ഞുങ്ങൾ എല്ലാവരുമെന്നോ ചിന്മയേ ഞങ്ങൾക്കു തോന്നി തോന്നി നിന്നാമെപ്പോഴും ഭക്തിയാ നമ്പിയെ നന്നായി ജപിക്കുമാറായിടേണം. ഇത്രയും എനിക്ക് പറയാനുണ്ട്. അമ്മയുടെ വാക്കുകൾ അത് എത്രമാത്രം ഉള്ളിൽ നിന്ന് നമുക്കുള്ള നിർദ്ദേശങ്ങളും ആജ്ഞകളും അതുപോലെ തന്നെ അമ്മയുടെ കൺസേണും അമ്മയുടെ ഒരു അനുഭവങ്ങളും എല്ലാം ചേർന്നൊരു കാര്യമാണത്. അമ്മ വന്ന വഴി, അമ്മയ്ക്കുണ്ടായ മാറ്റങ്ങൾ, ഇന്ന് സമൂഹം എവിടെ എത്തി നിൽക്കുന്നു, എവിടെയാണ് വിട്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഉൾബോധം എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അമ്മ എന്ന് പറയുന്ന ആ ഭാവം പലപ്പോഴും ഇന്ന് ആ വാക്കിൻ്റെ അർത്ഥം പോലും നമുക്കറിയില്ല. വാത്സല്യമാണ്, സ്നേഹമാണ്, കുട്ടികളെ എന്താണ് ലാളിക്കലാണ്. ഭാഗവതത്തിൽ പറയുന്നത് ലാളന പോഷണ ധനത്വം എന്നൊക്കെ പറയുന്ന വരികളുണ്ട് പോലെ ഭരതൻ്റെ കഥയിൽ പറയില്ലേ, പാലന പോഷണ പ്രീലന ലാളന എന്നൊക്കെ പറയുമല്ലോ. മാനിനെ വളർത്തിയ കാര്യങ്ങൾ ഇതാണ് അമ്മ എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷെ അമ്മയിലൊരു ആജ്ഞയുണ്ട്, നേതൃത്വമുണ്ട്. ആ ആജ്ഞയും നേതൃത്വവും അമ്മ നഷ്ടപ്പെടുത്തുമ്പോൾ അമ്മ അടിമയായിത്തീരുന്നു. അപ്പം അവിടെയാണ് ആത്മീയതയുടെ ഒരാവശ്യം. കുട്ടികളുടെ വ്യക്തിത്വത്തിലൊക്കെ അമ്മമാർ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റം. നമ്മൾ മീരാബായിയുടെ കഥ കേൾക്കുമ്പോൾ മീരാബായിയുടെ അങ്ങനെ ഒരു ആജ്ഞാഭാവം ഉണ്ടായി. ഞങ്ങൾ കേട്ടിട്ടാണ് മീരാബായിയുടെ ഒരു കഥയുണ്ട്. മീരാബായി ഒരിക്കൽ വൃന്ദാവനത്തിൽ അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അവരിങ്ങനെ ആരോടോ ഇടപാടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. കൃഷ്ണനോടാണ് വർത്തമാനം പറയുന്നെങ്കിലും ഏതോ വേറൊരു ജ്ഞാനനോടാണ് എന്നുള്ളൊരു തോന്നൽ കൊട്ടാരത്തിനകത്തുള്ളവർക്ക്. അപ്പോൾ അവർ ആ സംശയം വെച്ചിട്ട് കൊട്ടാരത്തിന് പുറത്താക്കി. കാരണം പണ്ട് ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ സതി അനുഷ്ഠിക്കേണ്ട കാലം. എന്നാൽ സതി അനുഷ്ഠിക്കാൻ തയ്യാറായില്ല മീരാബായി. കൊട്ടാരത്തിന് പുറത്താക്കി. ആ മീരാബായി വൃന്ദാവനത്തിൽ അവിടുത്തെ സുപ്രസിദ്ധ ക്ഷേത്രമായ ഭാംഗി ബിഹാരി ക്ഷേത്രത്തിൽ വന്നപ്പോൾ പൂജാരി തുറന്നു ചേർന്നു. കാരണം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായി. അന്ന് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായത്. ഇവരാണെങ്കിൽ വിധുവാണ്. പോരാത്തതിന് കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ അന്ന് രാജസ്ഥാൻ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ഉത്തരദേശങ്ങൾ. അപ്പൊ രാജശാസനയൊക്കെ ലംഘിക്കും. അപ്പൊ ഇവരോട് പറഞ്ഞു, എന്താണ് കയറാൻ പറ്റുന്നത്? സ്ത്രീയാണ്. അപ്പൊ ഇവരോട് എനിക്ക് മുഖ്യ പുരോഹിതനെ കാണണം. ഇപ്പൊ മുഖ്യ പുരോഹിതനെ എങ്ങനെയോ കണ്ടു. കാരണം പഴയ രാജകുമാരിയാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം അനുവദിച്ചു. വിശു, നിങ്ങൾ ആരാണോ ചോദിച്ചു. ഞാനിവിടുത്തെ ഗോസ്വാമി പൂജാരിയാണ്. അല്ല, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞു, എന്താ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ആണല്ലേ. അപ്പൊ കൃഷ്ണനോ ആണ്. അവിടെ 2 പുരുഷനുണ്ടോ ചോദിച്ചു. 2 പുരുഷനുണ്ടോ ചോദിച്ചു.
അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്തൊരു കുഴപ്പമുണ്ട് എൻ്റെ വർത്തമാനത്തിൽ നിന്ന്. ഞാൻ പറയുന്നതും മീരാബായി പറയുന്നതും തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ട്. പറഞ്ഞു, പുരുഷൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? പുരുഷൻ എന്നുള്ള വാക്കിന് അപ്പൊ ഇവര് അർത്ഥം പറയുന്ന ആണിന്റെ ശരീരമുള്ളവനാണ് പുരുഷൻ. അതാണ് പുരുഷൻ എന്നുള്ള വാക്കിന് അർത്ഥം. പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, പൂർണ്ണതയുള്ളവനാണ്. എന്താണ്? അപ്പൊ പൂർണ്ണതയുള്ളത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണനാണ് പൂർണ്ണത. അതിന് പിന്നെ എന്താണ് പൂർണ്ണത എന്നുള്ള വ്യാഖ്യാനം വേറെയുണ്ട്. പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് അത്രയും പൂർണ്ണത വന്നിട്ടോ? കൃഷ്ണനെ പോലെ എല്ലാ കലകളും പ്രകാശിപ്പിക്കാൻ, കൃഷ്ണനെ പോലെ ഏത് പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുമോ? അത്ര എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പുരുഷൻ അല്ല. അപ്പൊ നമ്മളെന്ന് പുരുഷൻ പറയുന്ന പുരുഷൻ ഏതാണ്? പൂർണ്ണതയുള്ളവനല്ല. അപ്പൊ അതിനെ വിളിക്കുന്നത് പൂർണ്ണത കൈവരിക്കാത്തവർക്ക് സ്ത്രീകളാണ്. ആരാണ്? പൂർണ്ണത കൈവരിക്കാത്തവരൊക്കെ സ്ത്രീകളാണ്. പൂർണ്ണത കൈവരിച്ചത് പുരുഷനാണ്. അപ്പൊ നമ്മൾ പൂർണ്ണതയിൽ എത്തുമ്പോഴേ ആരാവുള്ളൂ? പുരുഷനാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ പുരുഷനല്ല, നിങ്ങളൊരു സ്ത്രീയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പേർക്കാവുന്നത് എനിക്കും കഴിയും. ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമില്ല. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഗോസ്വാമിക്ക് പിടുത്തപ്പെട്ടു. അങ്ങനെ ഗോസ്വാമിക്ക് മനസ്സിലായി മീരാബായിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവര് ആ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ഒരു നേതൃത്വം കൊടുക്കാൻ, ആജ്ഞ ചെയ്യാനുള്ള, കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് അന്ന് മീരാബായി കാണിച്ചത് പിന്നീട് സ്ത്രീകൾക്ക് തന്നെ വലിയ പ്രചോദനമായി മാറി. പിന്നെ നമ്മുടെ സമൂഹത്തിൽ അമ്മമാരൊക്കെ വെറുതെ ഇങ്ങനെ കുട്ടികളെ സ്നേഹം കൊടുത്താൽ മാത്രം പോരാ, അവരെ ഒന്ന് ആജ്ഞ ചെയ്ത് ലീഡ് ചെയ്തെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഈ ആത്മീയത കൊണ്ടു നടക്കുകയും. അപ്പൊ ആ ഒരു മാറ്റം നമുക്കുണ്ടായി. തിരിച്ചവരിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ അനുഗ്രഹീതരാണ്. ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത്സിംഹാസുരേശ്വരി എന്ന ഒരു മന്ത്രത്തിന്റെ ആ ശക്തി ചൈതന്യം കൊടുങ്ങല്ലൂരിൽ നിന്ന് അമ്മയോട് എത്തുമ്പോൾ രണ്ട് ശക്തിയാണ്. ഒന്ന് രാമകൃഷ്ണ പരമ്പരയുടെ ആ ശക്തിയും, രണ്ട് കൊടുങ്ങല്ലൂർ അമ്മ, കൊടുങ്ങല്ലൂര് അവിടെയാണ് അമ്മയുടെ ആസ്ഥാനം. ആ ഒരു ശക്തി ഇന്ന് നമുക്കിവിടെ ഭാഗ്യം അമ്മയുടെ പ്രസൻസ് ഉണ്ടായത്. നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. ഇന്ന് നമുക്ക് മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. നിങ്ങളെല്ലാം കാഞ്ഞങ്ങാട് പപ്പ രാമദാസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പപ്പ രാമദാസിയെ കേട്ടില്ലേ? കാഞ്ഞങ്ങാട് ആശ്രമം, രാമദാസ് ആശ്രമം കേട്ടിട്ടുണ്ടോ? ആ ഒരു രാമദാസ് ആശ്രമത്തിന്റെ പപ്പ രാമദാസി വളരെ ഒരു ആത്മീയതയുടെ തേജസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജ്ഞാനവും ഭക്തിയും കർമ്മവും ഒക്കെ സമന്വയിച്ച ഒരാളായിരുന്നു. ലളിതമായിട്ട് ആത്മീയത പറഞ്ഞു കൊടുക്കാൻ സാധിച്ച ഒരു മഹാഗുരുവായിരുന്നു. ഇന്നും കാഞ്ഞങ്ങാട് ആശ്രമമുണ്ട്, സ്വാമിജിയുടെ ആശ്രമം. ആ സ്വാമിജിയുടെ പപ്പ രാമദാസിയുടെ ഒരു മാതൃസൈഡിൽ നിന്നൊരു ബന്ധുവും കൂടിയാണ് നമ്മുടെ മുന്നിലെത്തിക്കുന്ന പേര് രഘുനാഥൻജി. അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരിലാണ്, ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 2 വാക്കുകൂടെ കേട്ടിട്ട് നമുക്ക് നടത്താം. Raghunath is comfort in English, not in Malayalam. I'm only learning Malayalam now. I personally feel that India cannot fall as such. Why? Because there are places like this. In these places, we get recharged. One thing is our batteries get recharged, because these days of mobile, we have to recharge it every day. So we get recharged in there. In fact, I got recharged in this premises. Such local bodies, such premises are very, very important for all of us, all through the world. We were working in Rajasthan for about 31 years. So you must have known that there are oases, Marudhyana. Desert is there, but in between there are places where there is plenty of water and probably fruits and other things. So which give life to the desert. Desert is lifeless, but people who are working, people who are walking through desert, they get
recharged oasis. So this is an oasis where you people are getting so much energy. In fact, I also got energy. Wherever we visit such places, those are the times when we get the energy which is done by not only the people who are presently there, but also those people who would have come here, who would have done something. And that's why we were able to choose a place like this. It's sacred, it is holy. So those vibrations are there. When we enter any such premises, we get fragrance. I'm sure that you are smelling this agarbatti. This fragrance is of tapas. This is the gross fragrance, but there is a fragrance which continues to be in places like this. And I feel very honored, blessed to be associated with Didi since 81, and we have been getting her blessings, and every time we see her or even talk to her over phone, we get her blessings. So I'm very confident that I'm very blessed. Both of us are very blessed. Very happy to be here. Get charged and be happy. Thank you. ഹരി ഓം. എല്ലാവർക്കും അമ്മയുടെ നവതി ആഘോഷത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹം അല്ലേ? ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനി ദേശോऽयं ക്ഷോഭരഹിതः ബ്രാഹ്മണാः സന്തു നിർഭയാः. ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃത്വേദവിദേവ ചാഹം ദേവാൻ ഭാവയദാനേന ते देवा भावयन्तु वः परस्परं भावयन्त श्रेयः परमवाप्स्यत. अन्नात् भवन्ति भूतानि पर्जन्यादन्नसम्भव यज्ञात् भवति पर्जन्यः यज्ञः कर्मसमुद्भव ब्रह्मोद्भवं विद्धि ब्रह्माक्षरसमुद्भवम्. तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितं यत्र योगेश्वरः कृष्णः यत्र पार्थो धनुर्धरः तत्र श्रीविजयो भूतिर्ब्रुवादीतिर्मतिर्मम. ब्रह्मार्पणं ब्रह्म हवि ब्रह्माग्नो ब्रह्मणाहुतं ब्रह्मैव तेन गन्तव्यम् ब्रह्म कर्म समाधिना. हरिः ओम. श्री गुरुभ्यो नमः. हरिः ओम.
ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന